അവളായിരിക്കും ഇനി മൂർത്തീസ് ജ്വല്ലറിയുടെ പരസ്യത്തിൻ്റെ മോഡലാവുന്നത് എന്നിങ്ങനെ പറയുകയാണേ. ഇവിടെ മോഡലാവാൻ കൊതിച്ച് നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നവ്യ. അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടാണ് അവളിങ്ങനെ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ അനിയത്തി അവളെ വേഷം കെട്ടിച്ചേനെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം അനിയുടെ അമ്മ പറയുകയാണ്, അങ്ങനെയൊന്നും നടക്കത്തില്ല, അവൾക്ക് സ്വയം വലുതാവാനാണ് അവൾക്ക് ആഗ്രഹമെന്ന് അനിയുടെ അമ്മ പറയുകയാണ്. അവിടെ സ്വന്തം ചേച്ചിയാണെങ്കിലും അവളുടെ മുകളിലേക്ക് വളരാൻ അവൾ ആരെയും അനുവദിക്കില്ല എന്നിങ്ങനെ എടുത്തു പറയുകയാണ്. രാവിലെ വീടിൻ്റെ മുറ്റത്ത് കോലം വരയ്ക്കുന്ന തൊട്ടുള്ള മറ്റുള്ള പണികളെല്ലാം ചെയ്ത് വീട്ടുകാരെ മുഴുവൻ സ്വാധീനിച്ചു വെച്ചിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ വല്യമ്മയുടെ സപ്പോർട്ടും ഉണ്ട്. അത് സപ്പോർട്ടല്ല, ഗതികേടാണ്. ഇനിയിപ്പം അമ്മായിയമ്മ മരുമോളോട് വഴക്കിട്ടാൽ മോന് എതിരാവുന്ന ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മോൻ്റെ ഇഷ്ടത്തിന് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അനാമിക പറയുകയാണ്, ഇന്നത്തെ ഫംഗ്ഷൻ ടി വിയിൽ വരുമോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജലജ പറയുകയാണ്, വന്നില്ലെങ്കിൽ വരുത്തും, അവൻ അവൻ്റെ ഭാര്യനെ പ്രശസ്തിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അങ്ങനെ പ്രശസ്തിയാകുന്നവള് ഒരു ദിവസം അവനെ വിട്ടിട്ട് പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ ജലജ പറയുകയാണ്. അവൾ അങ്ങനെ പോവോ ജലജെ? ഇതുപോലൊരു വലിയ വീട് അവൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ എന്നിങ്ങനെ പറയുകയാണ്. അവളുടെ കഴിവുകൾ മുഴുവൻ വെളിയിലെടുക്കാൻ മൂർത്തീസ് ജ്വല്ലറി പോലൊരു ഗ്രൗണ്ട് അവൾക്ക് വേറെ കിട്ടുമോ എന്നിങ്ങനെ ജാനകി പറയുകയാണ്. അപ്പോൾ നമ്മുടെ അനാമിക പറയുകയാണ്, അവൾ അവളുടെ അവസരം പരമാവധി മുതലാക്കും, നമ്മളെല്ലാവരും താഴെ പോവുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അനീതിയാണ് SI, ഇന്നൊരാൾ ഡിസൈനർ. ഇനി പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചേച്ചി എന്താവോ എന്തോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ജലജ അവിടുന്ന് എണീച്ചു പോവുകയാണ്. അതിനുശേഷം അമ്മ ഇങ്ങനെ പറയുകയാണ്, അനാമിക മോളെ, നീയും ഇനി അനി ഇപ്പം 3 ബ്രാഞ്ചാണ് നടത്തുന്നത്. അപ്പം നീയും അവൻ്റെ കൂടെ പോകണം, അവിടെ അധികാരം സ്ഥാപിക്കാനായിട്ട് നീയും ശ്രമിക്കണം. അപ്പോൾ അനാമിക പറയുകയാണ്, അവൻ എന്നോട് താല്പര്യമില്ലല്ലോ അമ്മേ, അവൻ എന്നെ കൊണ്ടുപോകുന്നുമില്ല, പിന്നെ ഞാൻ എങ്ങനെ പോയി അധികാരം സ്ഥാപിക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നയനയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നയനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നയന നമ്മുടെ കാറിൽ നിന്ന് വന്നിറങ്ങുക കേട്ടോ. അപ്പോൾ എല്ലാവരും നയനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫ്ലവറും ബൊക്കെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ നിൽക്കുക കേട്ടോ. അപ്പം മേഡം അങ്ങനെ ആദ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഭയന്നു പോയി എന്ന് പറയുക. അപ്പം നയന് പറയും, മനഃപൂർവ്വം അല്ല, ഗ്രേസി ആൻറ്റിയും അതുപോലെ മോളും ഒക്കെ ഇങ്ങനെ സംഘടിപ്പിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവാനി ഇതെല്ലാം മറന്നു നിന്ന് കാണുന്നുണ്ട്. അപ്പം മനഃപൂർവ്വം അല്ല, എൻ്റെ അമ്മയും കൂടെ വരുന്നില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് പിന്നോട്ട് പോയെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനിക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ സന്തോഷമാകുകയാണ്. അതെന്താ മോള് അങ്ങനെ വിഷമിക്കൊന്നും വേണ്ടല്ലോ, ദേവയാനി നേരത്തെ തന്നെ ഭാഗത്ത് വന്ന് ഉള്ളിൽ മോള് വാ എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ആനയിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത്, ദേവയാനി അത് സന്തോഷവതിയായിട്ടിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്.